ഹലോ, സതി സ്റ്റിച്ചിങ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഷോൾഡർ എടുക്കുന്നതിനെക്കുറിച്ച് വന്നൊരു കമൻറ്റ്. അപ്പോൾ അത് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായി കാണും. അതുകൊണ്ടാണ് ഇന്ന് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ കഴുത്ത്, കൈ എവിടെ ഇരിക്കുന്നത് എന്നൊക്കെ. ഈ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം അതിൽ വന്നൊരു കമൻറ്റ്, ഇത് ഷോൾഡർ എടുത്തത് ശരിയായില്ല, ഷോൾഡർ വീണ് പോവും, കഴുത്തകന്നു പോവും, അപ്പോൾ 5.5 എടുത്താൽ മതി, 5 ഇഞ്ച് അല്ല 5.5 അങ്ങനെയൊക്കെ എടുത്താലാണ് ബ്ലൗസ് കറക്റ്റായി നിൽക്കുന്നത് എന്നൊരു അഭിപ്രായം വന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് എന്താണ് പറയാനുള്ളത്, എങ്ങനെയാണെന്നൊക്കെ നോക്കാം. 17 ഇഞ്ച് ഷോൾഡറുള്ള വ്യക്തിയാണ്. നമ്മൾ അതിൻ്റെ പകുതി 8.5 മാർക്ക് ചെയ്ത്, പിന്നെ നമ്മൾ കഴുത്തിനനുസരിച്ച് 1.25 കുറച്ച് 7.25 ആ 7.25 നമ്മൾ പഫ് സ്ലീവ് ആയതുകൊണ്ട് അതിൽ നിന്ന് വീണ്ടും 1/2 ഇഞ്ച് കുറച്ച് ആ മാർക്കിംഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഷോൾഡർ 6.25 ഇതെടുത്തത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. ആദ്യമേ എടുത്ത 7.25. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് 7.25 എടുത്തത്? 17 ഇഞ്ച് ഷോൾഡർ ഉള്ള നല്ല തോൾവീതി ഉള്ള ഒരു വ്യക്തിയുടെ അളവാണിത്. അപ്പം ബോഡിയിൽ നിന്ന് എടുത്തതാണ് 17 ഇഞ്ച്. അപ്പം നമ്മൾ ഇതിൽ ആ വ്യക്തി പറയുന്നത് 5 ഇഞ്ച് 5.5 ഇഞ്ച് അങ്ങനെ എടുത്താൽ മാത്രമേ കഴുത്ത് നിൽക്കുള്ളൂ. അപ്പോൾ 5.5 എടുത്തതും വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കും നമുക്ക് ആദ്യം വരച്ച് നോക്കാം. 5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇത് 5.5 ഇഞ്ച്, ഇവിടെ ഒരു 5.5 ഇഞ്ച്, ഇതും 5 ഇഞ്ചുമാണ്. അപ്പോൾ നമുക്ക് 5.5 ഇഞ്ചിലൊന്ന് വരച്ച് ഈ ഷേപ്പ് വരയ്ക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സ്റ്റിച്ച് നമുക്ക് ഇവിടെ കൊടുക്കാം. 42 ബ്രസ്റ്റ് അളവും 17 ഇഞ്ച് ആം റൗണ്ടുമാണ് നമുക്ക് ഉള്ളത് ഈ ബോഡിക്ക്. അപ്പം നമുക്ക് ഇതൊന്ന് നോക്കാം. ഒമ്പതര 9.25 നമുക്ക് വേണമെങ്കിൽ വെറുതെ പറയാം. 9.5 - 1 ഇതിൻ്റെ ഇരട്ടി എടുക്കുമ്പം 18.5 വരുന്നു. 18.5 വരുന്നത്. ഈ വ്യക്തിയുടെ ആം റൗണ്ട് 17 ഇഞ്ചാണ്. അപ്പം 1.25 ഇഞ്ച് കൂടുതലാണ് ഈ റൗണ്ട് വരുന്നത്. അപ്പോൾ ഈ ആം റൗണ്ട് കൂടിപ്പോകുമ്പോൾ, അതായത് കൈക്കുഴി കൂടിപ്പോയാൽ ഉള്ള കുഴപ്പങ്ങൾ നമുക്കറിയാം. ഇവിടെ നല്ല ലൂസ് വരും. നമ്മൾ ഈ ആം റൗണ്ടിൽ നമുക്ക് കൈ വെച്ച് തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിലധികം കൈവണ്ണം കൊടുത്താൽ മാത്രമേ ഇവിടെ നമുക്ക് വെച്ച് തയ്ക്കാനായിട്ട് തികയുള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് സൈഡ് അടിക്കുമ്പോൾ എന്ത് പറ്റും? ഇത്രയും വലിയ കൈ വെച്ചാലേ ഇവിടെ വരെ എത്തുള്ളൂ. എന്നിട്ടത് സൈഡ് അടിക്കുമ്പം വണ്ണത്തിൻ്റെ ലൈനാണിത്. അപ്പോൾ കൈവണ്ണം ചിലപ്പോൾ ഇവിടെ വരെ ആയിരിക്കും കറക്റ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വണ്ണം അടിച്ചു പോകുമ്പം കൈവണ്ണം അധികമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൈവണ്ണം വളരെ വളച്ചിങ്ങനെ അടിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. വണ്ണവും കൈവണ്ണവും ഒരേ ലൈനിലല്ലേ നമുക്ക് തയ്ക്കേണ്ടത്. ഇപ്പോൾ ആം റൗണ്ട് വലുതായിരിക്കുമ്പം അതിൽ വെക്കുന്ന കൈയും വലുതായെങ്കിലേ പറ്റൂ. അപ്പോൾ നമുക്ക് ഈ ലെവലിൽ തയ്ക്കാൻ പറ്റുമോ? അതൊരു പ്രശ്നം. ഈ 5.5 ഷോൾഡർ എടുക്കുന്നത് തെറ്റേ അല്ല. എപ്പോഴാണ് ആ ബോഡിക്ക് അത് ആവശ്യമുള്ളപ്പം, ആ കഴുത്ത് നല്ല രീതിയിൽ ഇറങ്ങുമ്പോഴും നമുക്ക് അധികം ഷോൾഡർ ഇല്ലാത്തവർക്കും നമുക്ക് 5.5 എടുക്കാം. അത് കറക്റ്റാണ്. ഒരുപാട് ആളുകൾക്ക് 5.5 മതി ഷോൾഡർ. പക്ഷെ എല്ലാ ബ്ലൗസിനും 5.5 എടുത്താലേ കഴുത്ത് അകന്നു പോകാതെ ഷോൾഡർ കറക്റ്റായിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞാൽ എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. കഴുത്ത് അകന്നു പോകാതെ കഴുത്ത് ഫിറ്റായി ഇരിക്കുമ്പോൾ മാത്രമല്ല ഒരു ബ്ലൗസ് ഭംഗിയാവുന്ന, വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതേ അളവിലുള്ളൊരു ബ്ലൗസിന് നമ്മൾ 5 ഇഞ്ച് ഷോൾഡറും 2 ഇഞ്ച് കഴുത്തകലും എടുത്ത് റൗണ്ട് വരച്ച് നമ്മൾ കട്ട് ചെയ്ത് തച്ച് കഴിയുമ്പോൾ ഇവിടെ ഷോൾഡർ വളരെ ചെറുതാവും. ഇത്രയും ഷോൾഡറുള്ളൊരു വ്യക്തിക്ക് ഈ ഷോൾഡർ നമ്മളെ കഴുത്തിൻ്റെ സ്ഥലത്ത് നേരെ ഇങ്ങനെ ഇരിക്കത്തില്ല. ഈ കഴുത്ത് ഇങ്ങനെ റൗണ്ടായി ഇരിക്കത്തേ ഇല്ല. ഇത് ഷോൾഡറിലോട്ട് നീങ്ങി ഇങ്ങോട്ട് മാറിയിരിക്കും. കഴുത്ത് റൗണ്ട് മാറി വി കഴുത്തായിരിക്കും. അങ്ങനെയും കഴുത്തകന്നു പോവും. കഴുത്തകന്നു പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മളെ ബോഡി പാർട്ട് ഒരുപാട് വലുതായി പോയാൽ കഴുത്ത് ലൂസാവും. നമ്മൾ കഴുത്ത് തയ്ക്കുമ്പം ശ്രദ്ധയില്ലാതെ വലിച്ച് തയ്ച്ചാലും
വലിഞ്ഞു പോയാലും ആ കഴുത്തിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടാലും കഴുത്ത് ലൂസാവും. പിന്നെ ഇതുപോലെ നമ്മൾ ഷോൾഡർ ആവശ്യത്തിന് ഷോൾഡർ, ആ ബോഡിക്ക് ആവശ്യത്തിനുള്ള ഷോൾഡർ നമ്മൾ കൊടുത്തില്ലെങ്കിലും ഇത് നമുക്ക് നേരെ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാതെ ഇങ്ങോട്ട് വലിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കും. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ. ഇനി വേറൊരു കാര്യം, നമ്മൾ ഇതേപോലെ 5 ഇഞ്ച് ഷോൾഡർ, 6 ഇഞ്ച് കൈക്കുഴി, കഴുത്ത് 2 ഇഞ്ച് നമ്മൾ അങ്ങനെ എടുത്ത് ഇതേപോലെ വലിയ അളവിന് എടുക്കുമ്പം കൈക്കുഴി 6 ഇഞ്ചാണ്, വലിയ ആംഹോളാണ് വരുന്നത്. കൈയും അതിനനുസരിച്ച് ഇതിന് തികയത്തക്ക വിധം കൈയും വെച്ച് പിടിപ്പിക്കുന്നു. ആ ബ്ലൗസ് എങ്ങനെ ഇരിക്കുമെന്ന് ഈ ഫോട്ടോയിലോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ബ്ലൗസ് ഷോൾഡർ ഇരിക്കേണ്ട സ്ഥലത്തല്ല ഇരിക്കുന്നത്, പകരം എവിടെ ഇരിക്കുന്നു? ഇനി ഉള്ളിലോട്ട് കയറിയിരിക്കുന്നു. അങ്ങനെ കയറി വരുന്ന എന്താണ്, കയറി വരാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? ഇവിടെ വലുതാണ്, ആം റൗണ്ട് വലുതാണ്, അതിനനുസരിച്ച് കൈവണ്ണവും കൂടുതലാണ്. അപ്പോൾ നമുക്കിത് അകത്തോട്ട് വരുന്നതിന് തടസ്സമില്ല, ഇവിടെ വന്നിരിക്കും, കഴുത്തകന്ന് പോകത്തേയില്ല. പക്ഷെ ആ ബ്ലൗസ് നമ്മളൊന്ന് കാണുമ്പം എവിടെ ഇരിക്കുന്ന ഷോൾഡർ, കൈ എവിടെ കയറിയിരിക്കുന്നു, അതാണ് നമുക്ക് ഇഷ്ടമുള്ളതെങ്കിൽ അങ്ങനെ തന്നെ തയ്ക്കാം. നമ്മളെ ഇഷ്ടം, ബ്ലൗസ് ഇടുന്നവരുടെ ഇഷ്ടം, അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ തയ്ക്കാം. ബ്ലൗസിന് വണ്ണമുണ്ട്, ബ്ലൗസ് ആ വ്യക്തിക്ക് ഇടാൻ പറ്റും, കഴുത്തകലത്തില്ല, അത്രയും മതിയാണ് നമുക്ക്. എനിക്കത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. ആ കമൻറ്റ് കണ്ട് കൺഫ്യൂഷൻ ആയവരുണ്ടായിരിക്കും. ആ വീഡിയോ മൊത്തം അവർക്ക് കാണാൻ മനസ്സ് വന്നാന്ന് തന്നെ അറിയത്തില്ല. ഇങ്ങനൊരു കമൻറ്റ് വായിച്ച് അവർ കൺഫ്യൂഷനായി കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്തുകൊണ്ടാണ് ഷോൾഡർ ഇത്രയും എടുത്തത്? 5 ഇഞ്ചും 5.5 ഇഞ്ചും 5.25 ഇഞ്ചും ഒക്കെ നമുക്ക് ഷോൾഡർ എടുക്കാം. അത് കറക്റ്റാണ്. എപ്പോഴാണ് ആ ബ്ലൗസിന് കഴുത്ത് ഒത്തിരി ഇറങ്ങിയിരിക്കണം, ഷോൾഡർ കുറവായിരിക്കണം, അപ്പോൾ മാത്രമേ നമുക്കത് കറക്റ്റാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ച ഫോട്ടോയെ പോലെ ഇരിക്കും. ഷോൾഡർ ഇരിക്കേണ്ട സ്ഥലത്തിരിക്കണം, കൈ ഇരിക്കേണ്ട സ്ഥലത്തിരിക്കണം. കൈ ഒത്തിരി ഇങ്ങനെ കയറി ഇരുന്നാൽ എന്ത് പറ്റുമെന്നറിയാമോ? ഇവിടെ നിന്ന് ഇങ്ങനൊരു വര വരും, കൈ ഒടിയല്ലേ. നമ്മളെ കൈ താഴ്ത്തിയിടുന്ന ഷോൾഡർ പോയിന്റ് തൊട്ട് മതി, ഇവിടെ തൊട്ട് മതി നമ്മളെ കൈ. അപ്പോൾ കൈ ഇങ്ങനെ താഴ്ന്ന് തന്നെ കിടക്കും, കയ്യിൽ ഇവിടെ ഒന്നും വരത്തില്ല, ചുളിവുകളൊന്നും വരൂല. അതേസമയത്ത് കൈ അങ്ങ് അകത്തുനിന്നേ വരുമ്പം അവിടെ ഒടിയും. പഫ് സ്ലീവ് ആയതുകൊണ്ട് അത് കറക്റ്റ് ചിലപ്പം മനസ്സിലാവില്ല. ഇവിടം തൊട്ടേ ഇവിടെ നിന്ന് കൈ വരേണ്ടതിന് പകരം കൈ അങ്ങ് അകത്തേറിയിരിക്കുമ്പം ഇവിടം തൊട്ട് ഒടിഞ്ഞ് ഇവിടം വരെ ഷോൾഡർ ഇരിക്കും. ഇപ്പം പറഞ്ഞ പോലെ കൈ ഒരുപാട് അകത്തോട്ട് കയറി ഇരിക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്നാണ് കൈ നമുക്ക് താഴേക്ക് വരേണ്ടത്, ഇങ്ങനെയാണ് കൈ ഇരിക്കേണ്ടത്. അതിന് പകരം അകത്തോട്ട് കയറി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഒടിയുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഒരു വര വരും. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് ആവശ്യത്തിന് ഷോൾഡർ എടുത്തില്ലെങ്കിലുള്ള കുഴപ്പം. കഴുത്തകന്ന് പോകുന്നത് ഷോൾഡറായിട്ട് ബന്ധമുണ്ട് എങ്കിലും ഫ്രണ്ട് ബോഡി പാർട്ടൊക്കെ കറക്റ്റായിരിക്കണം, കഴുത്ത് തയ്ക്കുന്നതിൽ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കഴുത്തകന്ന് പോകത്തില്ല. പിന്നെ നമുക്കറിയാമല്ലോ, ഓരോരുത്തരുടെയും വളരെ മെലിഞ്ഞ് ചെറിയ സൈസുള്ളവരുണ്ട്. അവർക്ക് നമ്മൾ ഷോൾഡർ ചെറുതെടുക്കാം, എന്നാൽ കുറച്ചുകൂടി വലുത്, കുറച്ചുകൂടി വലുത്, കുറച്ചുകൂടി വലുത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഷേപ്പുകളല്ലേ, നമുക്ക് തന്നെ അറിയത്തില്ലേ. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ഷോൾഡർ ശരിയാവത്തേയില്ല, എല്ലാവർക്കും ഒരേ ആം ഹോള്. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അല്ലാതെ ഞാൻ വലിയ മിടുക്കിയാണ്, വലിയ സംഭവമാണ്, ഒരിക്കലുമല്ല. നമ്മൾ തയ്ക്കുന്നവർക്ക് കുറേ, നമ്മൾ എത്രത്തോളം തയ്ക്കുന്ന അത്രയും നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും ഈ ഷേപ്പുകളെക്കുറിച്ച്. എല്ലാവർക്കും 100% പെർഫെക്റ്റായിട്ട് എല്ലാ ഡ്രസ്സും തയ്ക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.